ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നു ഭഗവാനെ ശരണാഗതി പ്രാപിച്ച ഒരു പക്ഷിയുടെ കഥ പറയാം. ഹരേ കൃഷ്ണ. മഹാഭാരതയുദ്ധം നടന്ന കുരുക്ഷേത്രഭൂമി അനേകം മരങ്ങളും ചെടികളും മലകളും ഒക്കെ നിറഞ്ഞ സ്ഥലമായിരുന്നു. ആ യുദ്ധഭൂമിയിൽ ഒരു മരത്തിൽ ഒരു പക്ഷി കൂടുവെച്ചു മുട്ടയിട്ടു. കുറച്ചു ദിവസത്തിൽ 1-2 മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞാവുകയും ചെയ്തു. അപ്പോ മറ്റു പക്ഷികൾ അതിന്റെ അമ്മ പക്ഷിയുടെ അടുത്തു ചോദിച്ചു, ഇത്രയും ഭയങ്കരമായ യുദ്ധഭൂമിയിൽ നിന്റെ കൂടും കുഞ്ഞുങ്ങളെയും എങ്ങനെ രക്ഷപ്പെടുത്തും? നീ താഴോട്ടൊന്നു നോക്കൂ. മദമിളകി പായുന്ന ആനകൾ, യുദ്ധകാഹളം മുഴക്കി പായുന്നു യോദ്ധാക്കൾ. ഒരു നിമിഷം തെറ്റിയാൽ നിന്റെ മുട്ടകളും കൂടും തകരില്ലേ എന്ന്. അപ്പോ അമ്മ പക്ഷി പറഞ്ഞു, ഈ യുദ്ധഭൂമിയിൽ ഇത്രയും യോദ്ധാക്കളുടെയും ആനകളുടെയും നടുക്ക് ഞാൻ പൂർണ്ണമായി ശരണം പ്രാപിച്ച ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട്. ഭഗവാൻ എന്റെ കുഞ്ഞുങ്ങൾ മരിക്കണമെന്നു വിചാരിച്ചാൽ വേറെ ആർക്കും അതിനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അദ്ദേഹം എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്നു വിചാരിച്ചാൽ വേറെ ആർക്കും അവരെ കൊല്ലാനും സാധിക്കില്ല. ഞാൻ പൂർണ്ണമായി ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നു. സർവം ഈശ്വര ഇച്ഛ എന്നു പറഞ്ഞു അമ്മ പക്ഷി ഭക്ഷണം തേടി പറന്നുപോയി. അപ്പോൾ ഒരു യോദ്ധാവിന്റെ അമ്പേറ്റു ആ കൂടുള്ള ശാഖ മുറിഞ്ഞു കൂടടക്കം തറയിൽ വീണു. ആ സമയത്ത് അർജുനൻ ലക്ഷ്യത്തെ നോക്കി പായിച്ച ഒരു അബ്ഗതി മാറി വേറെ ദിശയിൽ കൂടി മദമിളകി ഓടി വന്ന ആനയുടെ കഴുത്തിൽ കിടന്ന മണിയെ മുറിച്ചു. ആ മണി നേരെ ഈ പക്ഷിക്കൂടിന്റെ മീതെ വന്നു നിന്നു. മഹാഭാരതയുദ്ധം കഴിയുന്നത് വരെ പക്ഷിക്കൂട് വളരെ സുരക്ഷിതമായി ആ മണിയുടെ അടിയിൽ തന്നെ ഇരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഭഗവാൻ ആ പക്ഷി കുഞ്ഞുങ്ങളെ പൂർണ്ണമായി രക്ഷിച്ചു. എങ്ങനെ? അമ്മ പക്ഷി ഭഗവാനിൽ പൂർണ്ണമായി ശരണാഗതി പ്രാപിച്ചതുകൊണ്ട് മാത്രം. ഹരേ കൃഷ്ണ. അപ്പോ പരീക്ഷിത്ത് മഹാരാജാവ് ശുക മഹർഷിയോട് ചോദിച്ചു, ഒരു നിസ്സാരമായ ഈ പക്ഷിയെ ഭഗവാൻ രക്ഷിച്ചു, എന്നാ ഈ യുദ്ധഭൂമിയിൽ മരിച്ചുവീണ അനേകം യോദ്ധാക്കളെ എന്തുകൊണ്ട് രക്ഷിച്ചില്ലെന്ന്. ശുകദേവൻ പറഞ്ഞു, ആ പക്ഷിക്കുണ്ടായിരുന്ന ഭഗവാനിലുള്ള പൂർണ്ണമായ വിശ്വാസവും യോദ്ധാക്കൾക്കുണ്ടായിരുന്നില്ല. അവർ സ്വാർത്ഥതൽപരായിരുന്നു. ഭഗവാനെ നിസ്വാർത്ഥമായി ആരെല്ലാം ശരണാഗതി അണയുന്നുവോ ഭഗവാൻ അവരുടെ രക്ഷയ്ക്കെത്തും. ഇതു തീർച്ചയാണ്, സത്യവുമാണ്. ഹരേ കൃഷ്ണ.